ഹായ് ക്രിയേറ്റേഴ്സ്. യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നേരിടുന്നൊരു പ്രോബ്ലം ആണ് യെല്ലോ കളറിൽ ആ ഡോളറിൻ്റെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ഓപ്ഷൻ വരിക എന്നുള്ളത്. നമുക്കറിയാം യെല്ലോ കളറിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് റവന്യൂ വരുന്നതല്ല, മിക്ക അഡ്വർടൈസ്മെൻറ്റും അതിൽ റൺ ആകുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാനുവലി അഡീഷണൽ റിവ്യൂ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്ത് നമ്മൾ മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് യൂട്യൂബ് അത് ചെക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ മോണിറ്റൈസേഷൻ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കത് ഗ്രീൻ കളറിലേക്ക് മാറ്റി തരും, അഡ്വർടൈസ്മെന്റ് വരും. എന്നാൽ ഇനി മുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ യെല്ലോ കളറിലാണ് ലിമിറ്റഡ് ആഡ്സ് ആണ് വന്നത് എങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അഡീഷണൽ റിവ്യൂ കൊടുക്കുന്നതാണ്. എന്നിട്ട് യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത ഗ്രീൻ കളറിലേക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ മാറ്റി തരുന്നതാണ്. മുമ്പേ നമ്മൾ മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരുന്നു ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അറിയാം. കാരണം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവിടെ യെല്ലോ കളറിലായത്. നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയ സമയത്ത് യെല്ലോ കളർ വന്നിട്ടുണ്ടായിരിക്കില്ല, പിന്നീടായിരിക്കും അത് യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാനുവലി റിവ്യൂ കൊടുക്കുന്നത് വരെ നമുക്ക് അവിടെ അഡ്വർടൈസ്മെന്റ് വരുന്നതല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. യൂട്യൂബ് ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അഡീഷണൽ റിവ്യൂ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ അറിയാതെ തന്നെ നമുക്കത് അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ വീണ്ടും അത് ഗ്രീൻ കളറിലേക്ക് മാറി കിട്ടുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ വന്നിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ.